നിങ്ങളാരാ? ഞാൻ കൊച്ചി നിയോജക മണ്ഡലം പ്രസിഡന്റാണ്. കൊച്ചി നിയോജക മണ്ഡലം. എന്റെ വീഡിയോ എടുക്കണേ, എന്റെ അനുവാദം പറ്റണം. നിങ്ങളൊന്ന് ഇറങ്ങോട്ടാ. നിങ്ങൾ നിസ്സാരമായിട്ട് കാണരുത്. ഞാനിവിടെ ഇത്രയും തിരക്കുണ്ട്. ഞാൻ സോഷ്യൽ വർക്കറാണ്. എന്റെ വീഡിയോ എടുക്കണമെങ്കിൽ എന്റെ അനുവാദം വേണം. നിങ്ങൾ നിരങ്ങും, നിങ്ങൾ ഞാൻ നിരക്കും. അലോഷി ആരാണെന്ന് നിങ്ങൾക്കറിയില്ല. എന്റെ വീഡിയോ എടുക്കണമെങ്കിൽ എന്റെ അനുവാദം വേണം. നിങ്ങളൊന്ന് പ്രചരിപ്പിക്കും. നിങ്ങൾ എന്റെ കാല് പിടിക്കും. സംസ്കാരം പോലീസ് സ്റ്റേഷനിൽ വിളിക്കും. നീ ഒരു പൂർവ്വനാക്കണം. നീ കാണിച്ചിട്ടുണ്ടെങ്കിലേ അങ്ങനെ പോവില്ല. പോവാനുണ്ടെങ്കിലും അവര് വണ്ടി പോണെങ്കിൽ പൊളിക്കട്ടെ. ഗ്ലാസ് കയറ്റിട്ട് വണ്ടി പൊളിക്കും. പെണ്ണുങ്ങളെ തൊട്ട് കളിക്കണം. അതിനേക്കാം പെണ്ണുങ്ങളെ തൊട്ട് പോകാൻ പറ്റൂല, പോകാൻ പറ്റൂല. പെണ്ണുങ്ങളെ തൊട്ട് കളിക്കണം. അതിനേക്കാം ഗ്ലാസ് കയറ്റും. ഗ്ലാസ് കത്തല്ലേ. പോലീസ് ഇതെന്താണ് അതെ ആയിക്കോട്ടെ. കേരളമല്ലേ ഇടത്. പോലീസ് സ്റ്റേഷനിൽ വിളിക്കേ. പോലീസ് സ്റ്റേഷനിൽ വിളിക്കേ. നിങ്ങൾ വണ്ടി ലോക്ക് ചെയ്ത് ഗ്ലാസ് കയറ്റിട്ട് വണ്ടി ഗ്ലാസ് ഇത് ഞാൻ പറയണെന്ന് കേട്ടെ. വണ്ടി ഗ്ലാസ് ലോക്ക് അവര് തല്ലി പൊളിക്കട്ടെ. നമുക്ക് ഇൻഷുറൻസ് ഉണ്ടല്ലോ. ഇവിടെ നിർത്തി വണ്ടി എടുത്തു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ 2020 സ്ഥാനാർത്ഥിക്കും പ്രവർത്തകർക്കുമെതിരെ കോൺഗ്രസ് പ്രവർത്തകരുടെ ആക്രമണം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മൂന്നാം ഘട്ട പ്രചരണത്തിന്റെ ഭാഗമായി എറണാകുളം ലോക്സഭാ മണ്ഡലം 2020 സ്ഥാനാർത്ഥി ആന്റണി ജോഡി മൊബൈൽ സ്റ്റേജിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെ കോൺഗ്രസ് പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. 2024 ആണ്ടിൽ കഴിഞ്ഞ ഏപ്രിൽ 21 വൈകിട്ട് 7-നും 7:30-ക്കും ഇടക്ക് കോൺഗ്രസ് പ്രവർത്തകർ ഷൈനി ആന്റണി എന്ന 2020 കൊച്ചി മണ്ഡലം പ്രസിഡന്റിനെ മർദ്ദിക്കുന്നതും കൈപിടിച്ച് തിരിക്കുന്നതും തെറി പറയുന്നതും മറ്റു പ്രവർത്തകരെ ഉന്തും തള്ളും ചവിട്ടും ഒക്കെ ചെയ്യുന്നതും കാർ നശിപ്പിക്കുന്നതും കേരളത്തിലെ എല്ലാ ജനങ്ങളും കണ്ടതാണ്. പക്ഷെ കേരള പോലീസിൻ്റെ അന്വേഷണത്തിൽ പള്ളുരുത്തിയിൽ ഈ 21 രാത്രി നടന്ന സംഭവം അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് റിപ്പോർട്ട് എഴുതാൻ കേരള പോലീസിന് മാത്രമേ ആവുകയുള്ളൂ. നമ്മുടെ നാടിൻ്റെ ഗതികേട്. പോലീസ് രാഷ്ട്രീയ നേതാക്കന്മാരെയും മറ്റാരെയോ പേടിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി കേരളത്തെ നശിപ്പിക്കും. കേരള പോലീസ് നന്നാവണം.